ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള വിഷയത്തിൽ ഇനി കൂടുതലൊന്നും സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും പുറത്തു വിടത്തില്ല. ഇനി ഡയറക്റ്റായിട്ട് അമേരിക്ക ആക്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് തുടരെ കുറേ ട്വീറ്റുകളൊക്കെ പുറത്തു വിടുന്നുണ്ട്. ഇതുമായിട്ട് അപ്പം ഇതിനോട് ഈ അമേരിക്കയുടെ ഒരു പ്രതികരണം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആയത്തുൽ ഖമനേയി എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള ഒളിത്താവളങ്ങളൊക്കെ നമുക്കറിയാം എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി കൊടുക്കുന്ന വിധം ആയത്തുൽ ഖമനേയി പുറത്ത് വന്ന് ഒരു സ്പീച്ച് കൊടുത്തിരിക്കുകയാണ്. അതായത് ഹി അഡ്രസ്ഡ് ഇറാനിയൻ പീപ്പിൾ, ഇറാനിയൻ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ഉണ്ടായത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ രീതിയിൽ അറഗൻ്റായിട്ട് ഇറാനിയൻ ജനതയുടെ അടുത്ത് മുട്ടുകുത്തിക്കുന്ന രീതിയിൽ വഴങ്ങിക്കൊടുക്കണം എന്ന ഒരു മട്ടിൽ സംസാരിക്കുന്ന അമേരിക്ക, ഈ അമേരിക്കയ്ക്ക് നമ്മൾ അടിമകളായി തീരണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ഇറാനിയൻ ജനതയോട് ആയത്തുൽ ഖമനേയി ചോദിച്ചിരിക്കുന്നത്. ഇതൊരു പക്ക പൊളിറ്റിക്കൽ സ്റ്റാൻസ് എടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ആയത്തുൽ ഖമനേയി ഈ ഒരു 86-87 വയസ്സിലും ഈ ഒരു പൊളിറ്റിക്സിൽ സജീവമായ സാന്നിധ്യം നിലനിർത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആയത്തുൽ ഖമനേയി എലോൺ, ആയത്തുൽ ഖമനേയി ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ആയത്തുൽ ഖമനേയിയുടെ ക്ലോസ്ഡ് സർക്കിളിലിരുന്ന കംപ്ലീറ്റ് ഉപദേഷ്ടാക്കളും മിലിറ്ററി ഉദ്യോഗസ്ഥരും ആർമി ചീഫ് IRGCയുടെ ഹെഡ് കംപ്ലീറ്റ് ആൾക്കാരെയും വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ആയത്തുൽ ഖമനേയി. വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇറാൻ്റെ IRGC റെജീമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ രീതിയിൽ വിശ്വസിക്കത്തക്ക ആരെ കൂടെ നിർത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് ആയത്തുൽ ഖമനേയിയുടെ പ്രശ്നം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇറാൻ്റെ ഉള്ളിൽ ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ ഹാക്കിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ട്രാൻസാക്ഷൻസ് എല്ലാം ഒന്നും തന്നെ നടക്കുന്നില്ല, ATM എല്ലാം സ്ട്രക്കാണ്. ആ രീതിയിലുള്ള ഗുരുതരമായ വിഷയങ്ങളാണ് ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇപ്പം വരുന്ന വിവരങ്ങൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നത്, ഇത് ഇറാൻ്റെ ഗവൺമെൻറ് തന്നെയാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വേറെ ആരും പുറത്തുനിന്ന് ചെയ്തതല്ല. കാരണം ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ആ ചോർത്തൽ പ്രക്രിയയെ തടയാൻ വേണ്ടിയിട്ട് ഇറാൻ തന്നെ സ്വമേധയായി എടുത്ത ചില പ്രിക്വേഷണറി മെഷേഴ്സ് ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് ഒരു വാർത്ത ഷെയർ ചെയ്യുന്നുണ്ട്. വാട്സപ്പ് എല്ലാവരും തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇറാൻ്റെ ഉള്ളിൽ ഇറാൻ്റെ ഗവൺമെൻറ് പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ്. നിങ്ങളുടെ വാട്സപ്പിൽ നിന്നും മൊസാദ് പോലത്തെ എനിമീസ് ആർ ടേക്കിംഗ് യുവർ ഇൻഫർമേഷൻസ്, അവർ നിങ്ങളുടെ വാട്സപ്പുകളെല്ലാം ചോർത്തുന്നുണ്ട്. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇസ്രായേലിൻ്റെ മൊസാദിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ചാരന്മാർ രാജ്യം മൊത്തം നിറഞ്ഞാടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വാട്സപ്പ് എല്ലാവരും അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇറാൻ്റെ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇസ്രായേലിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറാൻ തുടരെ മിസൈലുകൾ തന്നെയാണ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ആരോ എന്ന് പറഞ്ഞ ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇൻ്റർസെപ്റ്റേഴ്സിൻ്റെ ഷോർട്ടേജ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഒരു രീതിയിലുള്ള കൺഫ്യൂഷനും ഇല്ല എന്നുള്ളതാണ്. അവർ അതിനുള്ള സൊല്യൂഷനായിട്ട് തക്കതായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർ കൂടുതലായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം മറ്റു മാർഗങ്ങളിലൂടെ സ്വന്തമാക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ബേസൻ ഓയിൽ റിഫൈനറി, ഇതാണ് ഈ ഹൈഫ ഭാഗത്തുള്ള ബേസൻ ഓയിൽ റിഫൈനറി എന്ന് പറയുന്നത്. ഇതാണ് എയർക്രാഫ്റ്റ് ഫ്യൂവൽ, ആ ഫ്യൂവൽ റിഫൈൻ ചെയ്യുന്ന ആ റിഫൈനറിയാണിത്. ഇത് ഇനിയൊരു 1.5 മാസം എടുക്കും ഇതൊരു പാർഷ്യലി വർക്കിംഗ് കണ്ടീഷനിൽ വരാൻ. കാരണം തുടരെ വന്ന് വീണ മിസൈൽ ആക്രമണമാണ് ഇതിനൊരു കാരണമായിട്ട് പറയപ്പെടുന്നത്, ഇതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇറാൻ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു മിഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതായത് ഈ ഓയിൽ റിഫൈനറി ഇനി 1.5 മാസം എടുക്കും പാർഷ്യലി പ്രവർത്തിക്കാൻ. അതുവരെ ഇത് ക്ലോസ് ആയിരിക്കും. ഈ റിപ്പയർ വർക്കിന് 1.5 മാസം സമയമെടുക്കും. മിനിമം 40 to 45 ഡേയ്സ് ടൈം എടുക്കും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിലവിൽ എയർക്രാഫ്റ്റ് ഫ്യൂവലിന് നമുക്ക് ഷോർട്ടേജ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ. അത് മാസങ്ങളോളം അവർക്ക് അതിൻ്റെതായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട IDF അതിൻ്റെ കെയർഫുൾ ആയിട്ടുള്ള സ്റ്റോക്കൊക്കെ ഓൾറെഡി തന്നെ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി തന്നെ ഗാസയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ഗാസ, ഹിസ്ബുള്ള, സിറിയ, ഇറാഖ്, ഇവിടെ എല്ലാം തന്നെ ഇസ്രായേൽ നിറഞ്ഞാടിയിരുന്ന സമയമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർ അതിൻ്റെ ബാക്കപ്പ് അവരുടെ കയ്യിലുണ്ടെന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേൽ അതുപോലെ തെഹ്റാൻ്റെ ഉള്ളിൽ ഒരു പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് ഡിസ്ട്രിക്ട് 18 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇസ്രായേൽ ഇവാക്യുവേഷൻ ഓർഡർ ഇന്നലെ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസ്ട്രിക്ട് 18 ഇന്നലെ മൊത്തം ആക്രമണം നടത്തിയത്. ആ ഡിസ്ട്രിക്ട് 18 തുടരെ ആക്രമണം നടത്തിയത്. കാരണം ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകൾ ഈ തെഹ്റാനുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ്
ഗവൺമെന്റ് ഓഫീസുകൾ ഇരിക്കുന്ന സ്ഥലമാണ് ഡിസ്ട്രിക്ട് 18 എന്ന് പറയുന്നത്. ആ സ്ഥലത്തുള്ള ജനങ്ങളെ ഒഴിഞ്ഞു പോകാനാണ് ഇസ്രായേൽ ഇന്നലെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നത്. അതുപോലെ അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇറാന്റെ ഡെത്ത് ടോള് ഏതാണ്ട് 224 കഴിഞ്ഞ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് മരണനിരക്കുകൾ പുറത്തു വരാനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ വിവരം ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലി എയർഫോഴ്സ് ഇറാന്റെ വെസ്റ്റേൺ തെഹ്റാൻ ഭാഗത്ത് പുതിയ ആക്രമണം, പുതിയ ലൊക്കേഷനിൽ, ഇവിടെയൊക്കെ നിർണായകമായിട്ടുള്ള ഗവൺമെന്റ് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അതാണ് ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ IRGCയുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നെക്സ്റ്റ് ലെവലിലുള്ള സർക്കിളിലുള്ള ആൾക്കാർ, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്രൗണ്ടുമായിട്ട് കണക്ഷൻ ഉള്ളത്. അതായത് ഈ അതിൻ്റെ ജൂനിയർ ലെവലിലുള്ള സ്റ്റാഫുമായിട്ടും ഈ ഒരു സീനിയർ ലെവൽ സ്റ്റാഫിനെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഉദ്യോഗസ്ഥർ, മിഡ് ലെവൽ ഉദ്യോഗസ്ഥർ എന്ന് പറയാം. ഈ മിഡ് ലെവലിലുള്ള ആർമി ഈ മിഡ് ലെവലിലുള്ള IRGC ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്, ഒരു അലേർട്ട്. അതായത് ആയത്തുൽ ഖമനേയി പറയുന്നതെല്ലാം ശരി തന്നെയാണ്, പക്ഷേ നമ്മൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു യാത്രയിലാണെന്നുള്ളൊരു സൂചനയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആയത്തുൽ ഖമനേയി അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മിസ്കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നൊരു ഡൗട്ട് എന്നാണ് ആയത്തുൽ ഖമനേയി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഖമനേയി അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഈ ഖമനേയി ഒരു പബ്ലിക് സ്പീച്ച് കൊടുത്തത് തന്നെ റെജീം ചേഞ്ച് വരുമോ എന്നുള്ളൊരു പേടിയിലാണ്. റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ ദുരന്തം, ആയത്തുൽ ഖമനേയി കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം. കാരണം ഈ 86 വയസ്സിലും, അതായത് ഏറ്റവും അധികം അടുത്ത് നിന്ന ആൾക്കാരെ വരെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം, അത് ആയത്തുൽ ഖമനേയിക്ക് കാണേണ്ടി വന്നു. ആയത്തുൽ ഖമനേയിയേക്കാളും എത്രയോ ചെറുപ്പക്കാർ, എത്ര വയസ്സിന് ചെറിയ ആൾക്കാർ, അവരുടെ ജീവനൊക്കെ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ആയത്തുൽ ഖമനേയി വീണ്ടും ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാഖിനെ പോലെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ സിറിയയെ പോലെ ഒരു റെജിം ചേഞ്ചിന് സാഹചര്യം ഒരുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന്റെ ഒരു പോക്ക് അങ്ങനെയാണ്. കാരണം ഇറാന്റെ ജനങ്ങൾക്കും ഇസ്രായേൽ ഈ റെജിം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി എന്ന് ഒരു 3/4 ജനങ്ങളും വിചാരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻസ്, നാറ്റോ രാജ്യങ്ങൾ ഇതെല്ലാം തന്നെ നോക്കിയിരിക്കുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ഈ ഒരു ഹോർമോസ് കടലിടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ഈ ഒരു കടലിടുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ ഫുൾ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം തീവ്രവാദ പട്ടികയിൽ പെടും. കാരണം ഈ ഹൂത്തികളെ തീവ്രവാദ പട്ടികയിൽ പെടുത്തിയത് എന്തുകൊണ്ടാണ്? അതുവഴി കടന്നു പോകുന്ന ചരക്ക് നീക്കം ചെയ്യുന്ന കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണം, അതായത് വഴിയെ പോകുന്ന ആരെ വേണേലും ആക്രമിക്കും എന്നുള്ളൊരു നിലപാട്. ഇതുകൊണ്ട് തന്നെയാണ് ആഗോളതലത്തിൽ ഭീകരർ എന്ന് വിളിക്കുന്നത് ഹൂത്തീസിനെ. മെയിനായിട്ട് അവരെ തീവ്രവാദികൾ എന്ന് പറയാനുള്ള കാരണം തന്നെ ഇതാണ്. ആ ഷിപ്പിൽ പോകുന്ന ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്. ആ ഷിപ്പുകളിൽ പോകുന്ന ചരക്ക് എന്ന് പറയുന്നത് പല രാജ്യങ്ങൾക്കും എത്തിച്ചേരേണ്ടതാണ്. അപ്പം ഇങ്ങനെ പല രാജ്യങ്ങൾക്കും പോകേണ്ട സാധനങ്ങളെ ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൊള്ളസംഘത്തിന്റെ സ്വഭാവം പോലെ ഇവർ പോയിട്ട് ഇതിനെ കയറി ആക്രമിക്കുക, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങളായിട്ട് കൺസിഡർ ചെയ്യും. ആഗോളതലത്തിൽ ഇവരെ തീവ്രവാദികൾ എന്ന് വിളിക്കാനുള്ള കാരണം, മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഇവരെ ലിസ്റ്റഡ് തീവ്രവാദി ആക്കുന്നതിന്റെ കാരണം ഇതാണ് മെയിനായിട്ട്. അല്ലെങ്കിൽ യമന്റെ ഉള്ളിൽ ഒരു ഡൊമസ്റ്റിക് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത്രമാത്രം ഒരു ഭീകരർ എന്നുള്ള രീതിയിലുള്ള ഒരു ഭീകരർ എന്നുള്ള ഒരു പേര് ഇവർക്ക് കിട്ടത്തില്ലായിരുന്നു. ഭീകരർ എന്നുള്ള പേര് ഈ ഹൂത്തികൾക്ക് കിട്ടിയത് ഈ ഒറ്റ വിഷയം കൊണ്ടാണ്. അതായത് ഈ റെഡ് സീൽ, അതായത് ഗൾഫ് ഓഫ് ഏഡനിൽ ഇവർ കാണിച്ച ഈ കപ്പൽ കൊള്ള, അതാണ് പ്രധാനപ്പെട്ട പരിപാടി. ഇതിനു മുമ്പ് സൊമാലിയക്കാരോട് ഉണ്ടായിരുന്നു. സൊമാലിയക്കാരെ നമ്മൾ കടൽ കൊള്ളക്കാരൻ തന്നെയല്ലേ പറയുന്നത്. അവർ പോവേർട്ടി കൊണ്ടാണ് കൊള്ള നടത്തുന്നത്, അത് വേറെ വിഷയം. പക്ഷേ ഈ കൊള്ള നടത്തുക എന്നുള്ളത്, ആ ഒരു മെർച്ചന്റ് ഷിപ്പിനെയൊക്കെ അറ്റാക്ക് ചെയ്ത് കൊള്ളയടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത്, അപ്പം അങ്ങനെ കൊള്ള സംഘങ്ങളെ നമ്മൾ കടൽ കൊള്ളക്കാരെന്നാണ് വിളിക്കുന്നത്. അപ്പം ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ഇറാൻ ഇടപെട്ട് അതിനെ തടയുന്നുവെങ്കിൽ അത് ആഗോളതലത്തിൽ തന്നെ വ്യാപാര മേഖലയെ, ട്രേഡിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. അങ്ങനെ ബാധിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന അമേരിക്കൻ ചേരിയിൽപ്പെട്ട രാജ്യങ്ങൾ ഈ ഇറാനെ ഒരു തീവ്രവാദ രാജ്യമായിട്ട്, ലിസ്റ്റഡ് തീവ്രവാദ രാജ്യമായിട്ട് പ്രഖ്യാപിക്കും. അതാണ് ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാതെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിനെ അവർ പിടിച്ചടക്കുവോ, അവരെല്ലാം ബ്ലോക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിപ്പം ഇങ്ങനെ യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിലേ പോവാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്പർ 1. ഇനിയിപ്പോൾ അഥവാ അതിലെ പോയാൽ തന്നെയും ഇറാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് അവർ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, ചെയ്യുന്ന ആൾക്കാരും തന്നെയാണ്. അവരുടെ പേരിൽ ഒരു തീവ്രവാദ പട്ടം വന്ന് ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഹൂത്തികളായ പ്രോക്സികളെ വെച്ച് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇതും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ശക്തമായിട്ട് തന്നെ തെഹ്റാന്റെ ഉള്ളിൽ തുടരുന്നുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ മിസൈൽ ഡിപ്ലോയ് ചെയ്യുന്ന കപ്പാസിറ്റി നശിപ്പിക്കാനാണ് ഇസ്രായേൽ നോക്കുന്നത്. കാരണം ഇവരുടെ ആ ഒരു ഡിപ്ലോയ്മെന്റ് കപ്പാസിറ്റി, എവിടെയൊക്കെ മിസൈലുകൾ ഉണ്ടോ അവിടെയൊക്കെ മിസൈലുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം
ഇസ്രായേലിൻ്റെ ടാസ്ക്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വരുന്ന മിസൈലുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിൽ 10,000 എത്ര കണക്കിന് മിസൈൽ ഉണ്ടെങ്കിലും അത്രയും മിസൈലുകളും പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ തന്നെയും ഈ ഇറാൻ്റെ മേളിൽ അതിരൂക്ഷമായ നിലയിൽ എയർ സ്ട്രൈക്ക് നടത്തി അവരുടെ മിസൈൽ ഡിപ്ലോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ടാസ്ക്. അപ്പോൾ എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ന്യൂക്ലിയർ താവളങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അമേരിക്കയുടെ ഹെൽപ്പ് നോക്കിയിരിക്കുന്ന ഇസ്രായേൽ ഒരു ടൈം ലൈൻ വെച്ചിട്ടുണ്ട്. ആ ടൈം ലൈനിൻ്റെ ഉള്ളിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് ഓൾറെഡി തന്നെ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി വിങ്ങിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡിസ്കഷനിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഇടപെടും. ഇനി അഥവാ ആ ഡിസ്കഷനിൽ ഒരു നെഗറ്റീവായിട്ടുള്ള തീരുമാനമാണ് വരുന്നത്, ട്രംപ് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ. ഈ ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കുന്ന കണക്ക് ഇറാൻ്റെ ഉള്ളിൽ മിലിറ്ററിയും കൊണ്ടുപോയിട്ട് അവിടുത്തെ മിലിറ്ററിയുമായിട്ട് ഫൈറ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കേണ്ട. എങ്ങനെയാണോ ഇപ്പോൾ എയർ സ്ട്രൈക്ക് ചെയ്ത് ഇറാനെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണോ ഇറാൻ്റെ ഇപ്പോഴത്തെ IRGCയുടെ ആ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യങ്ങളും ഒരു രീതിയിലുള്ള ആക്ഷൻസും ചെയ്യാൻ പറ്റാതെ അവർ ഒതുങ്ങിയിരിക്കുന്നത്, ആ ഒതുക്കിയിരുത്തിക്കൊണ്ട് തന്നെ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റുകൾ എവിടെയൊക്കെ നടക്കുന്നു അവിടെയൊക്കെ ടാർഗറ്റഡ് മിഷൻസ് ഇസ്രായേൽ നടപ്പിലാക്കും. അത് ഇസ്രായേലിന്റെ സോൾജേഴ്സ് അവിടെ ഇറങ്ങിപ്പോയി ഈ കാര്യങ്ങൾ മിഷൻസ് നടപ്പിലാക്കുന്ന വിഷയം ഈ IRGCയിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ അറിയത്തില്ല. ആ രീതിയിലുള്ള മിഷൻസ് ആയിരിക്കും നടപ്പിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും ഈ ഗ്രൗണ്ട് ഓപ്പറേഷനൊക്കെ ഭയങ്കര പാടാണെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു യുദ്ധം നടക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ അല്ല അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും ഈ യുറേനിയം ഒക്കെ എൻറിച്ച്മെന്റ് ചെയ്യുന്ന പ്ലാന്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്, ഡെസേർട്ടിന്റെ സൈഡിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഏത് രീതിയിലുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്യണം, എങ്ങനെ ആ സ്ഥലം ബ്ലോക്ക് ചെയ്യണം, ഇതൊക്കെ ഇസ്രായേൽ കൃത്യമായ ബ്ലൂ പ്രിന്റോട് കൂടി മുന്നോട്ട് പോയി ആ ഒരു മിഷൻ സക്സസ്ഫുള്ളി നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡെവലപ്മെന്റ്സിൽ വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.